ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നെയ്ച്ചോറും കോഴിക്കറിയും പിന്നെ ഒരു കൂടെ ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി നെയ്ച്ചോറും എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓപ്ഷൻസ് വരും, അതിൽ ഓളെന്ന് തന്നെ സെലക്ട് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നെയ്ച്ചോറ് വെക്കണത് റൈസ് വറ്റിച്ചെടുക്കല്ല കേട്ടോ. ഇതുപോലെ വെള്ളം വെച്ചിട്ട് അതിൽ റൈസ് ഇട്ടിട്ട് വാർത്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും 2 ക്യാരറ്റും ചെറുതായി അരിഞ്ഞതാണ്. അപ്പോൾ ഇനി അത് ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇനി ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ 2 കൈപ്പിടി കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്രയാണോ ആവശ്യമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ കുക്കറിൽ നല്ല ഹൈറ്റുള്ള കാരണം തന്നെ വീഡിയോക്ക് ശരിയായിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 4 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. അത് ഏകദേശം ഒരു 1.5 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. ഇനി എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 3 എണ്ണം നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വരുമ്പോൾ ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതെല്ലാതും വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1.5 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ആ പൊടികളെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. കഴുകി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പും മുളകൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ്, അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരെ വേവിച്ചെടുക്കണം. ഇനി നെയ്ച്ചോറ് വെക്കാനുള്ള റൈസ് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കഴുകി വെച്ച റൈസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇല്ലേ നോക്കിയതിന് ശേഷം കേട്ടോ റൈസ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളെ അളവിനനുസരിച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം റൈസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നേരത്തെ ചിക്കൻ കറി വെച്ച കുക്കർ വിസിലൊക്കെ അടിച്ചപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കണുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കച്ചമ്പറ് റെഡിയാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വലിയ ഉള്ളി 4 എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി അതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. സുർക്കല്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂൺ വെച്ച് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചാണ് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ റൈസ് ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കാം.
അത് ഏകദേശം റൈസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ദമ്മിലിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ റൈസൊക്കെ വെള്ളത്തിൽ നിന്ന് ഇതുപോലെ വാർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ റൈസൊക്കെ ഞാനിവിടെ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി റൈസ് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡാൽഡ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 5-6 ടീസ്പൂൺ ഡാൽഡ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. ഇത് ഏകദേശം ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരുക. അപ്പോൾ അത് രണ്ടും ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു നീളത്തിലായിരുന്ന സവാള ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അത് സവാളയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഓയിലിൽ ഒരു സവാള നീളത്തിലായിരുന്നും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നേരത്തെ വാർത്തെടുത്ത റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫുള്ള് റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് റൈസ് ആദ്യം ഇട്ട് കൊടുക്കുക. അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റൈസിൻ്റെ മുകളിലായിട്ട് ഒരു മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കണത്. അത് ഇതിൻ്റെ മുകളിലൊന്നിങ്ങനെ വിതറി കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കണ നെയ്യാണ്. അതുപോലെ ഇങ്ങനെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ള റൈസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 3 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് 2ാമത്തെ സ്റ്റെപ്പാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്യ് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയിലയും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെയും ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 ലെയറായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ 3 ലെയറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ വറുത്തെടുത്ത സവാളയും മുന്തിരിയൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ദം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. റൈസൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് അടിയിലും പിടിച്ചിട്ടില്ല. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തി കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും കൂടിയാണ് കേട്ടോ. അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ആ പച്ചമുളകും എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചതച്ചെടുക്കുക. അപ്പോൾ അത് മുഴുവനായിട്ടും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സുർക്കല്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അത് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മളെ നെയ്ച്ചോറും ചിക്കൻ കറിയും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് നിങ്ങൾ ഈ രീതിയിൽ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബായ്.